ഫ്രണ്ട്സ് അർജുൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. യൂട്യൂബ് സംബന്ധമായിട്ടുള്ള വീഡിയോസുകൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത് ഹാഷ്ടാഗിനെ കുറിച്ചാണ്. എന്താണ് ഹാഷ്ടാഗ്? നമ്മുടെ വീഡിയോസുകൾക്ക് ഹാഷ്ടാഗ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഹാഷ്ടാഗ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ നല്ല രീതിയിൽ വൈറലാകുമോ, കൂടുതൽ വ്യൂസ് കിട്ടുമോ? അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഹാഷ്ടാഗ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കെല്ലാവരും നമ്മളുടെ ഏതെങ്കിലുമൊക്കെ വീഡിയോസുകൾ, മറ്റുള്ളവരുടെ ഏതെങ്കിലുമൊക്കെ വീഡിയോസുകൾ കാണുന്ന സമയത്ത് അവരുടെ ടൈറ്റിന് മുകളിലായിട്ട് ഒരു നീല അക്ഷരത്തിൽ ചെറിയ ഹാഷ് എന്ന് പറയുന്ന ഒരു വാക്ക് കാണാൻ സാധിക്കും. ഹാഷ് എന്ന്. അപ്പോൾ ഇഷ്ടമുള്ള വാക്കുകൾ, നമുക്ക് ഇഷ്ടമുള്ള വാക്കുകൾ ഹാഷ് എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതൊരു ഹാഷ്ടാഗായിട്ട് മാറും. അപ്പോൾ സ്പേസ് ഇല്ലാതെ വേണം നമ്മൾ ഹാഷ് എന്ന് പറഞ്ഞ ഒരു വാക്ക് കൊടുക്കേണ്ടത്. ആ ഒരു ഹാഷ്ടാഗ് എവിടെ കൊടുക്കണമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ടൈറ്റിലല്ല, ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുക്കേണ്ടത്. അതായത് നമ്മൾ ടൈറ്റിൽ കൊടുക്കും, ഡിസ്ക്രിപ്ഷനെ കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ വീഡിയോയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന അവിടെ തന്നെ നമുക്ക് എവിടെയെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ എവിടെയെങ്കിലും നമുക്ക് ഹാഷ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ കൊടുത്തതിന് ശേഷം ഒരു വാക്ക്, എന്തെങ്കിലും നമ്മൾ ഏത് വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണോ പറയുന്നത്, അല്ലെങ്കിൽ വീഡിയോയുടെ കണ്ടൻറ്റ് എന്താണോ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു വാക്കെടുത്ത് നമുക്ക് ഹാഷ്ടാഗ് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഹാഷ് എന്ന് പറഞ്ഞ് നമ്മളൊരു വാക്ക് കൊടുക്കുകയാണെങ്കിൽ മറ്റുള്ളവർ നമ്മൾ വീഡിയോസുകൾ കാണുന്ന സമയത്ത് നമ്മുടെ ടൈറ്റിലിൻ്റെ അവിടെയായിട്ട് ഒരു നീല അക്ഷരത്തിൽ നമ്മൾ കൊടുത്ത ഹാഷ്ടാഗ് അവിടെ വരുന്നതായിരിക്കും എന്നുള്ളതാണ്. ഒരു രണ്ടോ മൂന്നോ നാലോ ഒക്കെ ഹാഷ്ടാഗ് നമുക്ക് ഒരു വീഡിയോയ്ക്ക് തന്നെ കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും. അതും നിങ്ങൾ മനസ്സിലാക്കാം. നമുക്ക് ഒരിക്കലും സ്പേസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഹാഷ്ടാഗ് വർക്കാവില്ല. അതുകൊണ്ട് സ്പേസ് ഇല്ലാത്ത ഒരു വാക്ക് വേണം നമ്മൾ ചെയ്യേണ്ടത്. ഉദാഹരണമായിട്ട് ഞാൻ നിങ്ങൾക്ക് യൂട്യൂബ് സംബന്ധമായിട്ടുള്ള വീഡിയോസുകളാണ് ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ഈ ഒരു വീഡിയോയുടെ താഴെ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഹാഷ് യൂട്യൂബർ എന്ന് അല്ലെങ്കിൽ ഹാഷ് യൂട്യൂബ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുകയാണെങ്കിൽ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് എൻ്റെ ടൈറ്റിലിൻ്റെ അവിടെ ആയിട്ട് ഹാഷ് യൂട്യൂബർ എന്നോ ഹാഷ് യൂട്യൂബ് എന്ന് പറയുന്നത് ഞാൻ എന്താണ് കൊടുത്തത് ആ ഒരു വാക്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഹാഷ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹാഷ്ടാഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ കൊടുത്ത അതേ ഹാഷ്ടാഗ് വെച്ച്, അതിപ്പോൾ ഞാനിപ്പോൾ ഹാഷ് യൂട്യൂബർ എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗാണ് ഞാൻ കൊടുത്തത് എങ്കിൽ, ഹാഷ് യൂട്യൂബർ എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ ഹാഷ് യൂട്യൂബർ എന്ന് പറയുന്ന ചില വീഡിയോസുകൾ ചെയ്തിട്ട് ഹാഷ് യൂട്യൂബർ എന്നാണ് അവരും ചിലപ്പോൾ ഇതേ ഹാഷ്ടാഗിനെ കൊടുത്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഹാഷ്ടാഗിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ ഈ ഒരു ഹാഷ്ടാഗിൽ തന്നെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഹാഷ്ടാഗ് കൊടുത്തിട്ടുള്ള എല്ലാ യൂട്യൂബറുകളുടെ വീഡിയോസുകളും താഴെ വരും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ കാണുന്നവർക്ക് വീഡിയോസുകൾ, ഈ ഒരു കാറ്റഗറിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസുകൾ കാണുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസുകൾ അവർക്ക് ഈ ഒരു കാറ്റഗറിയിൽ നിന്ന് അവർക്ക് കിട്ടുന്നതിന് ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് ഈ ഒരു ഹാഷ്ടാഗ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ യൂട്യൂബിൽ വീഡിയോസുകൾ കാണുന്നവർക്ക് അതേ കാറ്റഗറിയിലുള്ള വീഡിയോസുകൾ ഒരുപാട് കിട്ടുന്നതിന് വേണ്ടി യൂട്യൂബ് തന്നെ കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ് ഹാഷ്ടാഗ് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ ഈ ഒരു ഹാഷ്ടാഗ് നമ്മൾ നമ്മുടെ വീഡിയോയ്ക്ക് കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടുമോ, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇത് ഹാഷ്ടാഗ് കൊടുത്തില്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഹാഷ്ടാഗ് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേറെ പ്രോബ്ലംസും ഒന്നുമില്ല. എന്നാൽ ഹാഷ്ടാഗ് കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോസുകൾ വളരെ വൈറലാവുകയോ അല്ലെങ്കിൽ വീഡിയോസുകൾ കൂടുതൽ വ്യൂസ് കിട്ടുകയോ അങ്ങനെയും ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ ഹാഷ്ടാഗ് കൊടുക്കുന്ന സമയത്ത് മറ്റുള്ളവർ അതിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഹാഷ്ടാഗിലേക്ക് മറ്റുള്ളവരുടെ വീഡിയോസുകളുടെ ഹാഷ്ടാഗിൽ അവർ ക്ലിക്ക് ചെയ്യുന്നു. അതേ ഹാഷ്ടാഗാണ് നമ്മുടെയും കൊടുത്തിട്ടുള്ളത് എങ്കിൽ നമ്മുടെ വ്യൂസ് എത്രയാണോ അതുമായി ബന്ധപ്പെട്ട് മാത്രമേ കിട്ടുള്ളൂ. അതായത് ഇപ്പോൾ ഞാൻ ഹാഷ് യൂട്യൂബർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോയ്ക്ക് ഒരു ഹാഷ്ടാഗ് കൊടുത്തു, ഹാഷ് യൂട്യൂബർ. വേറൊരാളും അവരുടെ യൂട്യൂബിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ട് ഒരു ഹാഷ് യൂട്യൂബർ എന്ന് അവരും ഇത് ഹാഷ്ടാഗ് കൊടുത്തു. അപ്പോൾ എൻ്റെ വീഡിയോയിൽ കിട്ടിയിരിക്കുന്ന വ്യൂസ് എന്ന് പറയുന്നത് ഒരു 1000 വ്യൂസാണ്. മറ്റവൻ്റെ വീഡിയോസ് കിട്ടിയിരിക്കുന്ന ഒരു 25,000 വ്യൂസാണ് എങ്കിൽ മറ്റാരെങ്കിലും ഹാഷ് യൂട്യൂബർ എന്ന് പറയുന്ന ആ ഒരു ഹാഷ്ടാഗിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, പുതിയൊരു വീഡിയോയ്ക്ക് താഴെ ഹാഷ് യൂട്യൂബറിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വ്യൂസ് കിട്ടിയ വീഡിയോസ് ആയിരിക്കും ആദ്യം പ്രയോറിറ്റി യൂട്യൂബ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ വീഡിയോസുകൾ വളരെ താഴ്ന്നു പോകും. അതായത് ചിലപ്പോൾ 4-5 പേജൊക്കെ കഴിഞ്ഞായിരിക്കും നമ്മുടെ ഹാഷ്ടാഗ് അവിടെ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഹാഷ്ടാഗിലുള്ള നമ്മുടെ വീഡിയോസുകൾ അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല റീച്ചിങ് ഉള്ള ഒരു വീഡിയോ ആണ് നമ്മുടേത് എങ്കിൽ നമുക്ക് ഹാഷ്ടാഗ് കൊടുക്കുന്നതുകൊണ്ട് ഉപകാരപ്രദമാകും. മറ്റുള്ളവർ കൂടുതൽ വ്യൂസ് കിട്ടും, ഉപകാരപ്രദമാണ്. എന്നാൽ നമ്മുടെ വീഡിയോസിന് വ്യൂസ് കുറവാണെങ്കിൽ അതുകൊണ്ട് വളരെ പ്രയോജനകരമൊന്നും ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും അത് കൂടുതൽ പേരിലേക്ക് എത്തുമോ ഇല്ലയോ എന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. നമുക്ക് വേണമെങ്കിൽ നല്ലൊരു വീഡിയോ നല്ല വ്യൂസിലേക്ക് കിട്ടിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ രണ്ടാമത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് അതിനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹാഷ്ടാഗ് കൊടുക്കാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ട് വീണ്ടും നമ്മുടെ വീഡിയോയുടെ ടൈറ്റിലോ ഡിസ്ക്രിപ്ഷനിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തുന്നത് നമ്മുടെ വീഡിയോയുടെ
ഷട്ട് ഡൗൺ ആവും. അതായത് വീഡിയോയ്ക്ക് നല്ല കിട്ടുന്ന വ്യൂസ് പോലും പെട്ടെന്ന് കുറയുന്നതിന് കാരണമാകും. പിന്നീട് അത് വളർന്നു വരും. കൂടി വ്യൂസ് പഴയതുപോലെ ആവണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെയൊക്കെ സമയമെടുക്കും. അതായത് ഒരുപാട് വീണ്ടും സമയമെടുക്കും പഴയതുപോലെ ആവണമെങ്കിൽ. അതുകൊണ്ട് നമ്മുടെ വീഡിയോസ് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോസുകളുടെ ടൈറ്റിലോ ഡിസ്ക്രിപ്ഷനോ ഒന്നും വളരെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അത് അതിൻ്റേതായ രീതിയിൽ തന്നെ നിങ്ങൾ പോകാൻ ശ്രമിക്കുക. അപ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോയ്ക്ക് ഇനി #ടാഗ് കൊടുത്തിട്ടില്ല. നമുക്ക് #ടാഗ് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളെല്ലാം നല്ല രീതിയിൽ നല്ല വ്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന വീഡിയോയ്ക്ക് വളരെ പെട്ടെന്നൊന്നും നിങ്ങൾ ഡിസ്ക്രിപ്ഷനോ ടൈറ്റിലോ ഒന്നും ചേഞ്ച് ചെയ്യരുത്. അത് ചിലപ്പോൾ നമ്മുടെ ആ വീഡിയോയ്ക്ക് ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. #ടാഗ് എന്തിനാണെന്നും കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ റിപ്ലൈ നൽകുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.